വീണ്ടും തളർത്തു എന്ന കഥയുടെ തുടർഭാഗം. സുസ്മിതയുടെ കഥ ശ്യാമ ഡോക്ടർ നന്ദിനിയോട് ചുരുക്കി പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞ നന്ദിനി ഒരു ഫോട്ടോ എടുത്ത് ശ്യാമയെ കാണിച്ചു. ഇത് സുസ്മിതയല്ലേ? ശ്യാമ ചോദിച്ചു. അല്ല, ഇതാണ് സേതു. പ്രതാപിന് തെറ്റുപറ്റിയത് അതിശയിക്കാനില്ലെന്ന് ശ്യാമ നന്ദിനിയോട് പറഞ്ഞു. അതുകൊണ്ടായിരിക്കും പ്രതാപ് അന്നങ്ങനെ പെരുമാറിയത്. പിന്നീട് ശ്യാമ ചോദിച്ചു, മേഡത്തിൻ്റെ മകൻ DEO ആണല്ലേ? ഒരിക്കൽ ഞങ്ങളുടെ സ്കൂളിൽ വന്നിരുന്നു. അന്ന് സുസ്മിത അദ്ദേഹത്തിനെ കണ്ട് ഒളിച്ചിരുന്നു. ഒരുപാട് നേരം വൈകി, ഞാനിനി പൊയ്ക്കോട്ടെ. ശ്യാമ യാത്ര പറഞ്ഞു പോയി. ഡോക്ടർ നന്ദിനി പ്രഭാകരമേനോനോട് സുസ്മിതയുടെ കഥ പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് അടുത്ത മുറിയിൽ പ്രതാപ് ഇരിപ്പുണ്ടായിരുന്നു. അന്നത്തെ സംഭവത്തിന് ശേഷം പ്രതാപിന് എല്ലാം തിരിച്ചറിയുവാൻ കൂടുതൽ സാധിച്ചു. തൻ്റെ തെറ്റിദ്ധാരണ, താൻ എപ്പോഴും ചിന്തിക്കുന്ന സേതുവിൻ്റെ അതേ രൂപമുള്ള സുസ്മിതയെ കണ്ടപ്പോൾ താൻ തെറ്റായി പെരുമാറിയതും പ്രതാപിന് വല്ലാതെ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. പിറ്റേന്ന് ശനിയാഴ്ചയായിരുന്നു. പ്രഭാകരമേനോനും നന്ദിനിയും പതിവ് പോലെ ക്ഷേത്രത്തിലേക്ക് പോകുവാനായി ഇറങ്ങവേ, നിൽക്കൂ, ഞാനും വരുന്നു. ഇരുവരും അത്ഭുതപ്പെട്ടു. 10-20 കൊല്ലമായി അമ്പലവും പ്രാർത്ഥനയുമൊന്നുമില്ലാതെ സ്വയം ഉള്ളിലേക്ക് വലിഞ്ഞ് ജീവിച്ച പ്രതാപ് ഇന്ന് എന്തു പറ്റി? അവർ മനസ്സിലോർത്തു. അവർ അന്ന് വളരെ സന്തോഷത്തോടെയാണ് ക്ഷേത്ര ദർശനത്തിന് പോയത്. ദർശനം കഴിഞ്ഞ് മടങ്ങാൻ നേരം അവിചാരിതമായി ശ്യാമയും സുസ്മിതയും മുന്നിൽ വന്നു പെട്ടു. പ്രതാപിനെ കണ്ടതേ ഭയന്ന് ശ്യാമയുടെ പിറകിൽ സുസ്മിത ഒളിച്ചു. പെട്ടെന്ന് പ്രതാപ് പറഞ്ഞു, വേണ്ട ടീച്ചർ, പേടിക്കേണ്ട, ഞാൻ ഒന്നും ചെയ്യില്ല, എനിക്കറിയാം എല്ലാം. എങ്കിലും സുസ്മിതയ്ക്ക് ഭയമായിരുന്നു. നന്ദിനി സുസ്മിതയോട് പറഞ്ഞു, പേടിക്കേണ്ട മോളെ, അവനെല്ലാം മനസ്സിലാക്കി. എങ്കിലും കണ്ണു പറിക്കാതെ തന്നെ നോക്കുന്ന പ്രതാപിനെ സുസ്മിതയ്ക്ക് പേടിയായിരുന്നു. അതിനുശേഷം സ്കൂളിൽ വെച്ച് പ്രതാപിനെ കാണുവാനിടയായി. അയാൾ മാന്യമായിട്ടാണ് ഇടപെട്ടത്. ഒരിക്കൽ പ്രതാപ് നന്ദിനിയോട് പ്രഭാകരമേനോനോട് പറഞ്ഞു, എനിക്കിപ്പോൾ ജീവിക്കണമെന്ന തോന്നൽ വീണ്ടും ഉണ്ടായിരിക്കുന്നു. മകൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ മരിച്ചാലും വേണ്ടില്ല എന്ന് അവർക്ക് തോന്നി. ആ വീടിൽ വീണ്ടും സന്തോഷവും സമാധാനവും ഉള്ള അന്തരീക്ഷം ഉടലെടുത്തു. വർഷങ്ങൾക്ക് ശേഷം എല്ലാം പഴയതുപോലെയായി. എല്ലാത്തിനും കാരണം സുസ്മിതയാണ്. പ്രതാപ് സുസ്മിതയെ കാണുവാനിടയായി. അവരുടെ ഹോസ്റ്റലിൽ ചെന്നു. സുസ്മിത ടീച്ചർ ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഒപ്പുവെച്ച് അവളെ രണ്ടും കൈ നീട്ടി ആ വീട്ടുകാർ സ്വീകരിച്ചു. അങ്ങനെ പ്രതാപിൻ്റെയും സുസ്മിതയുടെയും ജീവിതം വീണ്ടും തളർത്തു. കഥ ഇവിടെ തീരുന്നു.